എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, നിങ്ങളുടെ ബുദ്ധി, അത് തന്നെയാണോ നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത്? കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സംഗതി സത്യമാണ്. അപ്പോൾ മിടുക്കരായ പലരും ജീവിതത്തിൽ പിന്നോട്ടു പോകുന്നതിന്റെ പിന്നിലെ ഈ അദൃശ്യമായ കെണിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കുട്ടിക്കാലത്തൊരുപക്ഷേ നിങ്ങളൊരു ഗിഫ്റ്റഡ് കിഡായിരുന്നിരിക്കാം. സ്കൂളിലെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. അധ്യാപകരും വീട്ടുകാരുമെല്ലാം പറയും, ഇവനല്ലെങ്കിൽ ഇവളൊരു സംഭവമാ എന്ന്. ജീവിതത്തിലേക്കുള്ള ഒരു ഫാസ്റ്റ് പാസ് കയ്യിലുണ്ടെന്ന് നമ്മളും വിശ്വസിച്ചു. പക്ഷേ വർഷങ്ങൾക്കിപ്പുളം സത്യം അതല്ല, അല്ലേ? അന്നത്തെ ശരാശരിക്കാർ ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങളോ ഒരിടത്ത് കുടുങ്ങിപ്പോയതുപോലെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? ഇത് വെറും ഒരു തോന്നലല്ലാട്ടോ. ഇതിനു പിന്നില് വ്യക്തമായ ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. ഈ അവസ്ഥയെ നമുക്ക് ഇങ്ങനെയൊന്ന് സങ്കൽപ്പിക്കാം. നിങ്ങളുടെ ഉള്ളിൽ അതിശക്തമായ ഒരു ഫെറാറിയുടെ എഞ്ചിനുണ്ട്. പക്ഷേ വണ്ടി അനങ്ങുന്നേയില്ല. ചുറ്റുമൊന്ന് നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിയുള്ളയാൾ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഏറ്റവും കുറവ് പുരോഗതി നേടുന്നതും നിങ്ങൾ തന്നെ. എന്താണിതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങൾ പരാജയപ്പെടുന്നത് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, ഒരുപക്ഷെ ആ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇതിന് കാരണമായി 3 പ്രധാനപ്പെട്ട മാനസിക കെണികളുണ്ട്. നമുക്കവ ഓരോന്നായി പൊഴിച്ചു നോക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ അറിയാതെ പിടികൂടുന്ന ഈ 3 കെണികൾ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കെണി ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിക്സ്ഡ് മൈൻഡ്സെറ്റാണ്. കുട്ടിക്കാലത്ത് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തപ്പോൾ എല്ലാവരും നമ്മളെ സ്മാർട്ട് എന്നു വിളിച്ചു. അതോടെ ഞാൻ സ്മാർട്ടാണ് എന്നൊരു ഐഡന്റിറ്റി നമ്മുടെ ഭാഗമായി. പ്രശ്നം വരുന്നത് ഇപ്പോഴാണ്. മുതിർന്നപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കുറച്ചു കഷ്ടപ്പെടേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, അയ്യോ, കഷ്ടപ്പെടേണ്ടി വരുന്നോ, അപ്പോൾ ഞാൻ അത്ര സ്മാർട്ടല്ല. ആ ഒരു പേടി കാരണം നമ്മൾ ശ്രമിക്കുന്നതിൽ നിന്ന് തന്നെ പിന്മാറും. പരാജയപ്പെടുമോ എന്ന ഭയം നമ്മളെ ഭരിക്കും. എന്നാൽ മറുവശത്ത് സ്കൂളിൽ അത്രയൊന്നും തിളങ്ങാതിരുന്ന നമ്മുടെ കൂട്ടുകാർ അറിയാതെ ഒരു സൂപ്പർ പവർ പഠിച്ചെടുത്തിരുന്നു. എന്താണെന്നോ? ആശയക്കുഴപ്പവും കഷ്ടപ്പാടും തോൽവിയുമെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിവ്. അവർക്ക് തോൽവി ഒരു പ്രശ്നമായിരുന്നില്ല, അതൊരു പാഠമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റുമോ എന്ന ഭയം കാരണം ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കെണി അനാലിസിസ് പാരാലിസിസ്. സിമ്പിളായി പറഞ്ഞാൽ അമിത ചിന്ത. നിങ്ങളുടെ ബുദ്ധിയുള്ള മനസ്സിന് ഒരു കാര്യത്തിന്റെ 100 കൂട്ടം വശങ്ങളെക്കുറിച്ചും എല്ലാ സാധ്യതകളെക്കുറിച്ചും വരാനിരിക്കുന്ന എല്ലാ അപകടങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയും. ഇത് നല്ലതല്ലേ എന്ന് തോന്നാം. പക്ഷേ പലപ്പോഴും ഇത് നമ്മളെ ഒരടി മുന്നോട്ട് വെക്കുന്നതിൽ നിന്ന് തടയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പെർഫെക്റ്റായ ഒരു പ്ലാനിനായി നമ്മൾ കാത്തിരിക്കും. പക്ഷെ ആ കാത്തിരിപ്പ് ഒരിക്കലും തീരില്ല. ഈയൊരു വാചകം വളരെ ശക്തമാണ്. നമ്മൾ ജീവിതത്തെ ഒരു വീഡിയോ ഗെയിം പോലെയാണ് കാണുന്നത്. എപ്പോൾ വേണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. പക്ഷേ ഓർക്കുക, യഥാർത്ഥ ജീവിതത്തിലെ ക്ലോക്ക് മുന്നോട്ട് തന്നെയാണ് ഓടുന്നത്. പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒന്നും ചെയ്യാതിരുന്നാൽ എന്ത് നഷ്ടപ്പെടുമെന്ന് നമ്മൾ മറന്നുപോകും. പലപ്പോഴും ആ നഷ്ടം വളരെ വലുതായിരിക്കും. മൂന്നാമത്തെ കേണി പുതുമയോടുള്ള ഒരുതരം ആസക്തിയാണ്. ഇത് നമ്മളിൽ പലർക്കുമുണ്ടാവാം. ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. അതിന്റെ ആദ്യത്തെ കുറച്ചു കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഹരമാണ്. പക്ഷേ എപ്പോഴാണോ ആ ജോലി കുറച്ച് ബോറിംഗ് ആയി തുടങ്ങുന്നത്, ആവർത്തന വിരസമായി തോന്നുന്നത്, അപ്പോൾ നമുക്ക് മടുക്കും. നമ്മൾ സ്വയം പറയും, ഓഹ്, എനിക്കിത് ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പോൾ ഒരു മൂഡില്ല. എന്നിട്ട് നമ്മൾ അടുത്ത പുതിയ കാര്യത്തിലേക്ക് ചാടും. അവസാനം നോക്കുമ്പോൾ തുടങ്ങിവെച്ച പക്ഷെ പൂർത്തിയാക്കാത്ത കുറേ പ്രോജക്റ്റുകൾ മാത്രം ബാക്കിയാവും. ഇതിനെ നമുക്കൊരു വിവാഹബന്ധവുമായി ഉപമിക്കാം. പ്രണയത്തിലാകുന്നത് എളുപ്പമാണ്, ഭയങ്കര ആവേശമാണ്. എന്നാൽ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ആ ബന്ധം നിലനിർത്താൻ വിരസമായ പല കാര്യങ്ങളും ചെയ്യേണ്ടിവരും. അതുപോലെയാണ് വിജയവും. വിജയത്തിന്റെ ആവേശകരമായ തുടക്കവുമായി നമ്മളെല്ലാവരും പ്രണയത്തിലാണ്. പക്ഷേ അതിലേക്ക് നയിക്കുന്ന കഠിനവും വിരസവുമായ ജോലിയെ നമ്മൾ വെറുക്കുന്നു. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഈ കെണികളിൽ നിന്ന് പുറത്തുവരാനും നമ്മുടെ ബുദ്ധിയെ ശരിയായ ദിശയിൽ ഉപയോഗിക്കാനും കൃത്യമായ വഴികളുണ്ട്. നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പരിഹാരം
വിഡ്ഢിഘട്ടം അഥവാ ഫൂൾ ഫേസ് സ്വീകരിക്കുക എന്നതാണ്. എന്നുവെച്ചാൽ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ തുടക്കത്തിൽ അതൊരു വിഡ്ഢിയെപ്പോലെ ചെയ്യാൻ സ്വയം ഒരു അനുവാദം കൊടുക്കുക. അത് സാരമില്ല, നമ്മുടെ ലക്ഷ്യം ഒരു പ്രതിഭയാവുക എന്നതല്ല, ഒരു വിദ്യാർത്ഥിയാവുക എന്നതാണ്. കുട്ടിക്കാലത്ത് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചപ്പോൾ നമ്മൾ എത്ര തവണ വീണു, ആളുകൾ കളിയാക്കിയില്ലേ, നമ്മളതൊന്നും കാര്യമാക്കിയില്ല. അതേ ഒരു മനോഭാവം തിരികെ കൊണ്ടുവരണം. രണ്ടാമത്തെ പരിഹാരം വളരെ പ്രാക്ടിക്കലായ ഒരു നിയമമാണ്. മോശമായി ചെയ്യുക എന്ന നിയമം. അമിതചിന്ത കാരണം നിങ്ങളൊരു കാര്യം ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ മനഃപൂർവ്വം ആ കാര്യം മോശമായി ചെയ്യാൻ തുടങ്ങുക. ഒരു ലേഖനം എഴുതാനുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മോശം ഡ്രാഫ്റ്റ് എഴുതുക. ഒരു വെബ്സൈറ്റ് തുടങ്ങണമെങ്കിൽ അതിന്റെ ഏറ്റവും മോശം വേർഷൻ ലോഞ്ച് ചെയ്യുക. പ്രധാനം തുടങ്ങുക എന്നതാണ്. ഈയൊരു വാചകം എപ്പോഴും ഓർക്കുക. വണ്ടി അനങ്ങി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് തിരിച്ച് അതിനെ ശരിയായ വഴിക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ മെച്ചപ്പെടുത്താനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും കഴിയൂ. അതുകൊണ്ട് ആദ്യം ചലനം ആവശ്യമാണ്, അതെത്ര ചെറുതാണെങ്കിലും. ഇവിടെയാണ് ഫീഡ്ബാക്ക് വെലോസിറ്റി എന്ന ആശയം വരുന്നത്. അതായത് ഒരാശയം മനസ്സിൽ വന്നിട്ട് അത് ചെയ്ത് അതിന്റെ ഫലം എന്താണെന്നറിയാൻ നമ്മൾ എത്ര സമയമെടുക്കുന്നു. മാസങ്ങളോളം ചിന്തിച്ചിരുന്നാൽ ഈ വേഗത വളരെ കുറവായിരിക്കും. എന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് പാഠം പഠിച്ചു മുന്നോട്ടു പോകുന്നവന്റെ വേഗത വളരെ കൂടുതലായിരിക്കും. വിജയിക്കുന്നത് അവരായിരിക്കും. മൂന്നാമത്തെ പരിഹാരം കുറച്ച് കഠിനമാണ്, പക്ഷെ അത്യാവശ്യമാണ്. പുതുമയോടുള്ള നിങ്ങളുടെ ആസക്തിയെ നിയന്ത്രിക്കുക. ഒരു പ്രോജക്റ്റ് വിരസമായി തോന്നുമ്പോൾ അത് ഉപേക്ഷിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ നിമിഷത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സാധാരണക്കാരെയും വിജയികളെയും തമ്മിൽ വേർതിരിക്കുന്നത്. ആ വിരസമായ ഘട്ടത്തിലൂടെ കടന്നുപോകാൻ സ്വയം നിർബന്ധിക്കുക. ഒരു കാര്യം പൂർത്തിയാക്കുന്നതുവരെ പുതിയതൊന്നും തുടങ്ങില്ലെന്ന് ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ നമുക്കിത് ഉപസംഹരിക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ പേടിക്കേണ്ടത് പരാജയപ്പെടാനുള്ള സാധ്യതയെ അല്ല, മറിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഉറപ്പായും സംഭവിക്കുന്ന നഷ്ടത്തെയാണ്. ഈ സംഖ്യൊന്ന് ശ്രദ്ധിക്കൂ. 10. അമിതചിന്തയും പ്രവർത്തിക്കാതിരിക്കുന്നതും കാരണം നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 10 അതിലധികമോ വർഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. ഒന്നോർക്കുക, ലോകം നിങ്ങളുടെ കഴിവിനല്ല പ്രതിഫലം നൽകുന്നത്, നിങ്ങളുടെ പ്രവർത്തനത്തിനാണ്. അതുകൊണ്ട് ഈയൊരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ ബുദ്ധി എന്നത് ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കേണ്ട ട്രോഫിയല്ല. അതൊരു പണിയായുധമാണ്, ഒരു ഉപകരണമാണ്. ഉപകരണങ്ങൾ എന്തിനുള്ളതാണ്? ഉപയോഗിക്കാൻ, അതിൽ അഴുക്കുപുരളാൻ, അതുകൊണ്ട് പുതിയ എന്തെങ്കിലും നിർമ്മിക്കാൻ. നിങ്ങളുടെ കഴിവുകൾ പാഴാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അതുപയോഗിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് എന്റെ ചോദ്യമിതാണ്: പ്ലാനിംഗ് ഒക്കെ നിർത്തി നിങ്ങൾ ഇന്ന് എന്ത് നിർമ്മിക്കും? ഈ വിഷയം മനസ്സിലാക്കാനായി നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിഷയങ്ങളെക്കുറിച്ചറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം.